നെപ്പോ കിഡ്സ് ആയിട്ടുള്ള കുറെ കുട്ടികൾ കാണിക്കുന്ന പോക്കറി തരം ഇത് കണ്ടിട്ട് മിണ്ടാതിരിക്കുന്ന അമ്മമാർക്കുള്ള, അതായത് മഞ്ജു പിള്ളയുടെ മകളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. മഞ്ജു പിള്ളയോടാണ് എന്റെ ചോദ്യം. എന്റെ അമ്മോ, ഈ മതിലുണ്ട് അതല്ലേ കുമ്പളങ്ങി മറിയാ. പിന്നെ എല്ലാവരും ചെവിയിൽ പഞ്ഞു വെച്ചത്. ആകെ ഒരു മകളേ ഉള്ളൂ, നിനക്ക് അതിന് ഇത്തിരി മര്യാദ പറഞ്ഞു കൊടുത്തൂടെ? അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്, എന്നിട്ട് മതി സ്വയം നന്നാകുന്നത്. ഇതിനിങ്ങനെ കയറൂരി വിട്ടിരിക്കുവാണോ? മഞ്ജു പിള്ള എന്ന് പറയുന്ന സ്ത്രീയോടാണ് നാണോ ഇല്ലേ തള്ളേ? ഒന്നല്ലേ ഉള്ളൂ, 10-15 ഉണ്ടോ? നിങ്ങൾ എന്നെ പറഞ്ഞു, എന്റെ കൊച്ചിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാത്തിനും പോകും. മഞ്ജു പിള്ള ഇത് കാണുന്നില്ലേ? ഈ മകൾ കാണിക്കുന്ന ഈ തോന്നിവാസം കാണുന്നില്ല. കൈ കിട്ടി അവരെ തല്ലി ഞാൻ കാലൊടിക്കാം. തന്റെ മുട്ടുകാല് തല്ലിയൊടിക്കുന്ന മല്ലേ പറഞ്ഞിരിക്കുന്നത്. ചുമ്മാ പറഞ്ഞായിരിക്കുമല്ലേ? അയാൾ ശരിക്കും പറഞ്ഞായിരിക്കും. വല്ലവന്റെ ലൈഫ് വിറ്റ് ജീവിക്കുന്ന ആൾക്കാരാണ് അവർ. അതാണ് അവരുടെ അസുഖമാണ്. നമ്മൾ അതിനെ അങ്ങനെ കണ്ടാൽ മതി. ഈ അസുഖമുള്ള കുറച്ച് ആൾക്കാരെ നമ്മൾ കണ്ടു കഴിഞ്ഞാലേ ഒരു സഹതാപം നമുക്ക് അവരോട് തോന്നുള്ളൂ. ഇത് ഫാഷൻ അല്ലടി, ഇതിന്റെ പേര് ഫാഷൻ എന്നല്ല പറയാ, ഇത് പച്ചയ്ക്ക് വ്യഭിചാരം എന്നാ പറയാ. മനസ്സിലായോ? നിങ്ങൾ എന്നെ പറഞ്ഞോ, എന്റെ പ്രൊഫഷൻ പറഞ്ഞോ, ഞാൻ എന്താണെന്ന് നിങ്ങൾ പറഞ്ഞോ, എനിക്ക് ഒരു പുല്ലുമില്ല. പക്ഷെ എന്റെ കുടുംബത്തിൽ കയറി കളിച്ചാൽ, എന്റെ ഫാമിലി, എന്റെ കൊച്ചിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മൈരത്തി തെറിയദാസ എന്ന് പറയുന്ന ഷെബീന ബീബി ഉണ്ടത്തി പൂറിയും പോളെ. ഈ വിവരമില്ലാത്ത കുറേയും ഈ മഞ്ഞക്കാരിപ്പുണ്ട്, കുറേ ആൾക്കാർ, അവരാണ് ഇത് ഇടുന്നത്. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നോ ഇൻഫർമേഷൻ, വിവരമില്ല. തുറന്നു പിടിച്ചങ്ങോട്ട് കാണിച്ചു വെച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഇതാണ് ഫാഷൻ. ഇതിനാണ് ഫാഷൻ എന്ന് പറയുന്നത്. ആ ഡിസൈനറിന്റെ ഡിസൈനാണ് ഞാൻ ഇടുന്നത്. എന്തോ എനിക്ക് അത്ര പിടിച്ചു. അങ്ങോട്ട് നോക്കണ്ടാ പോലെ തുണിയില്ലാന്നൊരു പിക്ചർ എടുത്തിട്ടാന്നേ ഉള്ളൂ അവർ പറയുന്ന രീതി വെച്ചിട്ട്. പക്ഷെ ആസ് എ മോഡൽ ഐ ഗെറ്റ് പെയ്ഡ് ടു വെയർ അവരുടെ ഡ്രസ്സ്. അതേ ഞാൻ ചെയ്തുള്ളൂ. വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ട് തുണി ഊരി നടക്കുന്ന നിന്നെയൊക്കെ പോലുള്ള പെണ്ണുങ്ങൾ സ്ത്രീ വർഗത്തിന്റെ അപമാനമാണ്. നിന്റെ അടുത്ത് തെണ്ടാൻ വന്നോടി പട്ടി പൊലയാടി പുണ്ട പൂറി മോളെ. ഷെബീന ബീബി തെറിയദാസ എന്ന് പറയുന്ന ആ കഴിവേറുടെ മോളെ. കണ്ടവന്റെ ജീവിതം വിറ്റ് ജീവിക്കുന്ന ആൾക്കാർ, അവർക്ക് എന്ത് റെസ്പെക്ട് നമ്മൾ കൊടുക്കുന്നത്, എന്ത് റെസ്പെക്ട് അവർക്ക് കിട്ടുന്നു. ഇവനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തറവാട്ട് മഹിമാൻ പറഞ്ഞ സാധനമാണ് അതൊന്നും ഇവന്റെ പരിപാലന്റെ 5 അയലോത്ര പോയി. ഞാൻ വെല്ലുവിളിക്കുന്നു, കഷ്ടപ്പെട്ട് ജീവിക്കാൻ അവർ തയ്യാറാണോ? പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായി. മഞ്ജു പിള്ളയ്ക്ക് ഒരു അല്പമെങ്കിലും അഭിമാന ബോധം മകളെ പറഞ്ഞ് മനസ്സിലാക്കി. എനിക്ക് സഹതാപമുള്ള അവരുടെ അടുത്ത് എന്തൊരു വിവരമില്ലായ്മയാണ്. നിങ്ങൾ സ്ത്രീകളെ അപമാനിക്കാനായിട്ട് ഇറങ്ങാൻ ഇവളെയൊക്കെ ഉണ്ടാക്കി തള്ളിയവളുമാരെ വേണം അടിക്കാനായിട്ട്. ചോണയുണ്ടെങ്കിൽ മഞ്ജുപിള്ളയെ വേണമെങ്കിൽ കൊണ്ടുതരാം, മുന്നിൽ നിർത്തി തരാം. മുന്നിൽ വന്നെങ്കിൽ നിനക്ക് അടിക്കാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ അടി, കൊണ്ടുതരാം. പറ്റുമോ? എന്താ പറ്റുമോ? പറ്റില്ല സക്കീർ ഭായി. നിങ്ങൾക്ക് ഈ കോലവും കെട്ടിക്കൊണ്ട് നടന്ന പബ്ലിക് ന്യൂസൻസിന് കേസ് എടുപ്പിക്കുകയാണ് വേണ്ടത്. ആദ്യം ഈ സംസാരിക്കുന്ന വ്യക്തിയെ ആദ്യം അറസ്റ്റ് ചെയ്ത് ലോകപ്പിലാണ്. ഇത് ഭയങ്കര ഇടങ്ങേറായിട്ട് വരിക. ഷഫീന ബീവി എന്ന പേരുള്ള വ്യക്തിയുടെ യൂട്യൂബ് ചാനൽ ദയാ സുജിത്തിനെ കുറിച്ച് വന്ന വീഡിയോയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇതിനെക്കുറിച്ച് 2 വാക്ക് പറ. ഇതിനെക്കുറിച്ചാ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് സൈബർ സെല്ലിൽ, ട്രിവാൻഡ്രം സൈബർ സെല്ലിൽ നിന്ന് നമ്മൾ പോയി അന്വേഷിച്ച സമയത്ത് നമുക്ക് അവരൊരു ഇമെയിൽ ID തരികയുണ്ടായി. പരാതി സബ്മിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. പൊട്ടനെ ചട്ടം ചതിച്ചാൽ ചട്ടനെ ദൈവം ചതിക്കും.